തെരഞ്ഞെടുപ്പ് ചട്ടലംഘന വിവാദത്തിൽ ന്യായീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നേരത്തെ നടത്തിയതാണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ നവംബർ 9-ന് ഇത് പ്രഖ്യാപിച്ചതാണ്. താൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല, മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും എല്ലാവർക്കും പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടർ എന്തുകൊണ്ടാണ് നോട്ടീസ് നൽകിയതെന്ന് അറിയില്ല. ചട്ടലംഘനമല്ല നടന്നതെന്ന് കളക്ടർക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. കോഴിക്കോട് ഒരു സ്റ്റേഡിയം എന്നുള്ളത് നാടിൻ്റെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കുമെന്ന് LDF സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് തീരുമാനവും കൈക്കൊണ്ടു. 2023 നവംബർ 9-ന് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ്. പക്ഷേ ഇതിനോട് UDF എടുത്തിട്ടുള്ളൊരു സമീപനം അത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം.